പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണ റെസിപ്പി എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഉള്ളൊരു സ്വീറ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം. അതിനാക്കി ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ തന്നെ പാൽപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചേർത്തത് ഒരു പിഞ്ചോളം മതിയാവും. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും ഇതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ ചേർത്ത പഞ്ചസാരയും പാൽപ്പൊടിയും ഒന്ന് അലിയുന്നത് വരെ നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചേർക്കാനുള്ളത് ഗോതമ്പിൻ്റെ പൊടിയാണ്. അങ്ങനെ ഗോതമ്പിൻ്റെ പൊടി 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ആയിട്ട് വേണം ഇത് ഇട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം എടുത്ത പൊടി ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഗോതമ്പ് പൊടി കുറച്ചുകൂടി ഇടാനുണ്ട്. 1.5 കപ്പ് എടുത്തതിൽ 1.25 കപ്പോളം ഞാൻ മാവ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ചപ്പാത്തിൻ്റെ സ്റ്റിക്ക് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇത് നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. കുറച്ച് കട്ടി കൂട്ടിയാണ് നമുക്ക് ഇത് പരത്തിയെടുക്കേണ്ടത്. വലുതായിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ കട്ടി കുറയ്ക്കണ്ട. ഇത് നമുക്ക് ഇത്തിരി കട്ടിക്ക് തന്നെ വേണം. അപ്പോൾ ഈ കാണുന്ന പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഷേപ്പിലുള്ള കട്ടർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇതുപോലെ കത്തിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഡോ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇത്രയും കട്ടി വേണം നമുക്ക് പരത്തിയെടുക്കുമ്പോൾ. ഇത്രയും കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 കപ്പ് വെള്ളം. 1 കപ്പ് ഷുഗറിന് 2 കപ്പ് വെള്ളം, ആ അളവിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിനിടയ്ക്ക് നമുക്ക് 2-3 ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. ഒരു കുഞ്ഞു പീസ് പട്ട, 1 ഗ്രാമ്പു, 1 ഏലക്ക, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഷുഗർ സിറപ്പിന് ഒറ്റനൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രൈ ചെയ്യാനുള്ള കടായി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കണം. ശേഷം അതിനാവശ്യമായിട്ടുള്ള എണ്ണയും കൂടി ഒഴിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഡോ ഇതിലേക്കൊന്ന് പറക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചെയ്യണം. കാരണം ഇതും വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇപ്പം തന്നെ ഇട്ട ഉടനെ തന്നെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒന്ന് 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാം നമുക്ക് ഇതിലേക്കൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഷുഗർ സിറപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ പാൽ കേക്ക് ഞാനിവിടെ ഷുഗർ സിറപ്പിലിട്ട് ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്.
അപ്പം നമുക്ക് കാണാൻ പറ്റിയത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബൾജ് ആയിട്ടുണ്ട്. അതിൻ്റെ സിറപ്പൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ളതും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള നല്ലൊരു ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് തയ്യാറാക്കുന്ന സമയത്ത് നല്ല കമ്പനിയുടെ ഗോതമ്പ് പൊടി എടുക്കാൻ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ നന്നായിട്ട് ഏറിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.